വിളിച്ചോ എന്നെ വിളിച്ചോ ഉണ്ണിമങ്ങാട് കണ്ണൻ എന്ന കുറുമ്പൻ ഓട്ടംതുള്ളൽ വേദിയിലേക്ക് പെട്ടെന്ന് ഞെട്ടി അങ്ങ് നോക്കി. അവിടെ ഓട്ടംതുള്ള കലാകാരൻ കണ്ണന് മാത്രമെന്ന് പാടിയപ്പോഴാണ് ഇവിടെ ഉണ്ണിമങ്ങാട് കണ്ണൻ എഴുന്നള്ളത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ഒന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. ഓട്ടംതുള്ളൽ കലാകാരൻ ബാലകൃഷ്ണൻ കണ്ണന് മാത്രം എന്ന് പറഞ്ഞ് പാടി അരങ്ങ് തകർക്കുമ്പോൾ ഇവിടെ എന്നെ വിളിച്ചു എന്ന് ചോദിക്കുന്ന ഉണ്ണിമങ്ങാട് കണ്ണനെയും കാണാം. ഏതായാലും ഓട്ടംതുള്ളൽ വേദിയിലേക്ക് നോക്കുന്ന ഉണ്ണിമങ്ങാട് കണ്ണൻ. സ്ഥലം തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ സ്റ്റേജ് വന്ന സരസ്വതി മണ്ഡപം. ഓട്ടംതുള്ളൽ നടക്കുകയാണ്. വിശ്വകലാകേന്ദ്രം ബി ബാലകൃഷ്ണൻ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുമ്പോൾ അപ്പുറത്ത് ഉണ്ണിമങ്ങാട് കണ്ണനെ കണ്ട് ആനയെ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന പിഞ്ചു കുരുന്ന്. ഉത്സവ കാഴ്ചകൾ എത്ര പറഞ്ഞാലും മതിയാകില്ല. 2 വർഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച കലാകാരനുള്ള പുരസ്കാരം നേടിയ വ്യക്തിത്വം കൂടിയാണ് ബാലകൃഷ്ണൻ. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും അദ്ദേഹം അരങ്ങിലെത്തി. വരും കാലങ്ങളിൽ ഇതൊരു ഈശ്വര ചൈതന്യമുള്ളൊരു കലയാണ്. നമുക്ക് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കലയാണ്. ഈ കലയെ നമ്മൾ പഠിക്കുക, വരും തലമുറകൾ ഇതിനെ കൈവിടാതെ പഠിക്കുക. ക്ഷേത്രങ്ങളിൽ ഈ കല ഓട്ടംതുള്ളൽ കല എന്ന കലയെ അവതരിപ്പിക്കുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ഭാഗത്തിലേക്ക് നമ്മളിപ്പം കടന്നിരിക്കുകയാണ്. പഠിക്കുന്നുണ്ട് ചില കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടി. ഇത് വളരെ താല്പര്യമെടുത്ത് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിനവിടെ പഠിക്കാൻ താല്പര്യവും അവർ നല്ല ഉഷാറായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതിനായിട്ട് ഇനിയും കടന്നു വരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. മറ്റുള്ള കലകളെ പോലെ ഇതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വളരെ സാഹസികതയാർന്ന ഒരു കലയാണ്. പാടുന്നു, കളിക്കുന്നു. എല്ലാ കഥാപാത്രങ്ങളെയും ഒരു കലാകാരൻ പാട്ടിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ കാണികളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവതരണ ശൈലിയാണ് ഈ ഓട്ടംതുള്ളൽ. അത് എനിക്ക് തന്നെ ഇത് കിട്ടിയതിൽ വളരെ സന്തോഷം. എനിക്ക് പല കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിലേറിയ സന്തോഷമാണ്. കാരണം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതോറും അറിവിൽ കൂടുതലായി ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു തവണ ആ പുരസ്കാരം കിട്ടിയത് ചോദ്യമായി തന്നെ PSC ഒരു ചോദ്യമായിട്ട് തന്നെ താങ്കളുണ്ട്. അതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഈ PSCക്ക് വന്നത് തന്നെ. ആദ്യത്തെ ഒരു അംഗീകാരമാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് വളരെ 2 അംഗീകാരമാണ്. അത് രണ്ടും കിട്ടാൻ കഴിഞ്ഞതിൽ ഞാനൊരു നിർഭാഗ്യനായിപ്പോയോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഭഗവാൻ കൈവിടിയില്ല. അതെനിക്ക് കിട്ടേണ്ട സമയത്ത് അത് രണ്ടും കിട്ടി. ഭഗവാൻ ഇത് നമ്പ്യാരുടെ 2 അംഗീകാരമായിരുന്നു, രണ്ടും കിട്ടി. അതിൽ വളരെ സന്തോഷം. ഇനി ഇതെല്ലാം എനിക്ക് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് തുള്ളൽ പ്രസ്ഥാനത്ത് ഒരുപാട് കലാകാരന്മാരെ കാത്തിരിക്കണം. അവർക്ക് എല്ലാവരും കിട്ടട്ടെ. യുവതലമുറകൾ പഠിച്ചു വരുന്നുണ്ട്. അവർക്കും വരും കാലങ്ങളിൽ അവർക്കും ഉണ്ടാവട്ടെ. ഈ കല എത്രത്തോളം മേളിലേക്ക് പോകുമോ നമ്മുടെ കാലം വരെ ഇതിനെ പാർന്നു കൊടുക്കാനും ഇതിനെ പരിശീലിപ്പിക്കുന്ന യാതൊരു മടിയും കൂടാതെ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെ തയ്യാറാണ്.